ഹലോ എവരിവൺ, നമ്മൾ 9th ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കളുടെ വർഗീകരണമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വർഗീകരണമാണ്. അതായത് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളും വരുന്നത് കിങ്ഡം പ്ലാന്റയിലാണ് അല്ലെ. അപ്പൊ കിങ്ഡം പ്ലാന്റയിൽ വരുന്ന ഈ ഗ്രീൻ പ്ലാന്റ്സിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഘടന, അതുപോലെ തന്നെ വാസ്കുലാർ സിസ്റ്റം, സംവഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈലവും ഫ്ലോയും ഒക്കെയാണ് അവരുടെ സംവഹന കലകൾ ഇല്ലേ. അതായത് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ആരാണ്, സൈലവും ഫ്ലോയുമാണ്. അപ്പം സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും പ്രസൻസ് ഒക്കെ നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീഡ് ഫോർമേഷൻ, വിത്ത് രൂപീകരണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ബോഡി സ്ട്രക്ചർ, വാസ്കുലാർ സിസ്റ്റം ആൻഡ് സീഡ് ഫോർമേഷൻ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റ് വീണ്ടും 5 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അപ്പൊ കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷൻ എങ്ങനെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അപ്പൊ ഇതിനകത്തിന്റെ ഫസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? ആൽഗയാണ്. അപ്പൊ ആൽഗകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അക്വാറ്റിക് ആണ്. അതായത് വെള്ളത്തിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ആൽഗെ. വെള്ളത്തിൽ കാണുക എന്ന് പറയുമ്പോൾ ഇവരെന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും സിമ്പിൾ ബോഡി സ്ട്രക്ചർ, അതായത് ലഘുവായിട്ടുള്ള ഘടനയുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അതായത് ഇപ്പൊ ലോട്ടസോ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല ആൽഗകളിൽ വരുന്നത്. ഇവരെന്ന് പറയുന്നത് ചിലരൊക്കെ യൂണിസെല്ലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികളാണ്. അതായത് വെള്ളത്തിൽ വളരുന്ന പായലുകൾ പോലെയുള്ള പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ആൽഗെ. അപ്പൊ ഇവർക്കെന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്ട്രക്ചർ, ലഘുഘടനയായിരിക്കും ഉള്ളത്. ഇവരുടെ ബോഡിയെ വിളിക്കുന്ന പേര് താലസ് എന്നാണ്. കാരണം ഇവർക്ക് ശരിയായിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ഒന്നും കാണപ്പെടുന്നില്ല. അതായത് ശരിയായിട്ടുള്ള വേരോ കാണ്ഡമോ ഇലകളോ ഒന്നുമില്ലാത്ത പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ആൽഗകൾ. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ചുറ്റുപാടുമുള്ള പ്ലാന്റ്സിനെല്ലാം എന്തോ ഉണ്ട്, ലീവ്സും റൂട്ടും സ്റ്റെമ്മും ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ ഈ ആൽഗകൾ, അതായത് അക്വാറ്റിക് ആയിട്ട് കാണപ്പെടുന്ന, ജലത്തിൽ കാണപ്പെടുന്ന ഈ ആൽഗകൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തില്ല, ശരിയായിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരുടെ ബോഡിയെ വിളിക്കുന്ന പേരാണ് താലസ് എന്ന് വിളിക്കുക. അപ്പൊ താലസ് ലൈറ്റ് ബോഡി ഉള്ളവരാണ് ആരെന്ന് പറയുന്നത് ആൽഗകൾ. ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷനും. അതായത് അലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്, ലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗമേറ്റ് ഫോർമേഷനും നടക്കാം, അല്ലാതെയുള്ള രീതികളിൽ എന്ത് ചെയ്യാറുണ്ട്, റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. ദെൻ ഇവർക്കെന്ന് പറയുന്നത് വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയും ഇവരില് ആബ്സെന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആൽഗകളുടെ പ്രത്യേകത? ആൽഗകൾ എന്ന് പറയുമ്പോൾ അക്വാറ്റിക് ആണ്, ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ്. ദെൻ ഇവരുടെ ബോഡിയെ വിളിക്കുന്ന പേര് താലസ് എന്നാണ്. കാരണം ഇവർക്ക് ശരിയായിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ഒന്നും കാണപ്പെടുന്നില്ല. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനവും ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനവും ഉണ്ട്. ദെൻ ഇവർക്കെന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സൈലവും ഫ്ലോയും ഒന്നും കാണപ്പെടുന്നില്ല. അതായത് സിമ്പിൾ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ, ലഘുഘടനയാണ്. അപ്പൊ അവിടെ സൈലത്തിന്റെയോ ഫ്ലോയത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ ആബ്സെന്റ് ആണ്. ഇനി ഇവർക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പൈറോഗേറ, അതുപോലെ തന്നെ സർഗാസം. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ആൽഗകളാണ്, ജലത്തിൽ വളരുന്ന ചെറിയ ലഘുഘടനയുള്ള പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ആൽഗകൾ. അപ്പൊ ആൽഗയ്ക്ക് എക്സാമ്പിൾ സ്പൈറോഗേറ, സർഗാസം തുടങ്ങിയവ ഇതിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം കാണപ്പെടുന്നത് മോയ്സ്ചർ ഉള്ള ഏരിയാസിലാണ്. അതായത് ഈർപ്പം നിറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ബ്രയോഫൈറ്റ. ഇപ്പൊ നമുക്കറിയാം ഈ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മതിലുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പായൽ പോലെയുള്ള സസ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അവരെന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? ബ്രയോഫൈറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ മോയ്സ്ചർ ഏരിയാസിൽ അല്ലെങ്കിൽ ഈർപ്പം നിറഞ്ഞ പ്രദേശത്തിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ബ്രയോഫൈറ്റ. ഇവർക്കും റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ ഉണ്ട്, പക്ഷെ യഥാർത്ഥത്തിലുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ഒന്നും അല്ല. അതായത് യഥാർത്ഥത്തിലുള്ള വേരുകളോ കാണ്ഡമോ ഇലകളോ അല്ല, പക്ഷെ റൂട്ട് പോലെയും സ്റ്റെം പോലെയും ഇലകൾ പോലെയുമുള്ള ലീവ്സ് പോലെയുമുള്ള സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ ഇവർക്കെന്ന് പറയുന്നത് വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്, സംവഹന കലകൾ ഇവിടെയും കാണപ്പെടുന്നില്ല. ദെൻ അതുപോലെ തന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗമേറ്റ് ഫോർമേഷനും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോർ ഫോർമേഷനും നടക്കുന്നുണ്ട്. ഗമേറ്റ്സ്, മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫോം ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ രേണുക്കൾ എന്നാണ്. അതായത് ചെറിയ
സ്മോൾ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്പോർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്പോർ ഫോർമേഷനും ഗമേറ്റ് ഫോർമേഷനും ഇവിടെ നടക്കുന്നുണ്ട്, ബ്രയോഫൈറ്റയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ പ്ലാന്റ് കിങ്ഡത്തിന്റെ സെക്കൻഡ് ഗ്രൂപ്പാണ്. ഇവര് മോയ്സ്ചർ ഏരിയാസിലാണ് കാണപ്പെടുന്നത്. ഇവർക്ക് ശരിയായിട്ടുള്ള റൂട്ടോ സ്റ്റെമോ ലീവ്സോ കാണപ്പെടുന്നില്ല. വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ ആബ്സെന്റ് ആണ്. ദെൻ ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗമേറ്റ് ഫോർമേഷനും അതുപോലെ തന്നെ സ്പോർ ഫോർമേഷനും നടക്കുന്നുണ്ട്. എക്സാമ്പിൾ റിക്സിയ ആൻഡ് ഫ്യൂനേറിയ. മതിലുകളിലൊക്കെ നിൽക്കുന്ന ഒരു കായലാണ് ഏതെന്ന് പറയുന്നത് ഫ്യൂനേറിയ. അപ്പൊ ഈ റിക്സിയും ഫ്യൂനേറിയ ഏതിന് എക്സാമ്പിൾ ആണ്, ബ്രയോഫൈറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ. ടെറിഡോഫൈറ്റ എന്ന് പറയുമ്പോൾ ഇവര് ടെറസ്ട്രിയൽ ആണ്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ കരയിൽ വളരുന്ന പ്ലാന്റ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അപ്പം ഈ ടെറിഡോഫൈറ്റയിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവര് ടെറസ്ട്രിയൽ ആണ്, അതായത് കരയിൽ കാണപ്പെടുന്നു. ഇവർക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, അതായത് സൈലോ ഫ്ലോയോ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും, ലഘു ഘടനയായിരിക്കും സൈലത്തിനും ഫ്ലോയത്തിനും ഒക്കെ ഉള്ളത്. ദെൻ അതുപോലെ തന്നെ ഇവർക്ക് ട്രൂ റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് തുടങ്ങിയവ കാണപ്പെടുന്നു. അപ്പൊ യഥാർത്ഥ റൂട്ട്, സ്റ്റെം, ലീവ്സും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ. അപ്പൊ ടെറിഡോഫൈറ്റയുടെ പ്രത്യേകത ഇവര് ടെറസ്ട്രിയൽ, മിക്കവാറും എല്ലാവരും കരയിൽ വളരുന്നവരാണ്. ഇവർക്ക് ശരിയായിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീവ്സ് തുടങ്ങിയവ കാണപ്പെടുന്നു. വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആണ്, പക്ഷെ സിമ്പിൾ സ്ട്രക്ചർ, ലഘു ഘടനയായിരിക്കും ഉള്ളത്. ടെറിഡോഫൈറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് ലൈക്കോപോഡിയം, അതുപോലെ തന്നെ ടെറിസ് തുടങ്ങിയവ. ടെറിസ് എന്നൊക്കെ പറയുന്നത് ഈ പന്നൽ ചെടികൾ പോലെയുള്ള ചെടികളാണ് ടെറിഡോഫൈറ്റയിൽ വരുന്നത്. പന്നൽ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറിന്റെ കരയിലോ റബ്ബറിനകത്തിലോ ഒക്കെ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ്, പന്നൽ ചെടികൾ എന്ന് പറയും. അപ്പൊ അവരെല്ലാം വരുന്നത് ഏതിലാണ്, ടെറിഡോഫൈറ്റയിലാണ്. ദെൻ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജിംനോസ്പെംസ്. ജിംനോസ്പെംസ് എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രത്യേകത ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന അല്ലെങ്കിൽ പ്രത്യുൽപാദന ഭാഗങ്ങളെ അറിയപ്പെടുന്നത് കോൺസ് എന്നാണ്, കോണുകൾ എന്നാണ്. ദെൻ അതുപോലെ തന്നെ ഇവർക്ക് സീഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട് കാണത്തില്ല. സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്ലാന്റ്സിലൊക്കെ സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണും, ഫ്രൂട്ട് കാണില്ല. അതായത് ഫ്രൂട്ടിനുള്ളിലായിരിക്കും സീഡ് ഇരിക്കുന്നത്. പക്ഷെ ജിംനോസ്പെംസിനകത്തില് എന്ത് കാണത്തില്ല, സീഡ്സ് ഉണ്ട്, പക്ഷെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട് കാണത്തില്ല. ദെൻ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസ്, കോണുകൾ എന്നറിയപ്പെടുന്നു. ദെൻ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, അതായത് സൈലവും ഫ്ലോയും ഉണ്ട്. കോംപ്ലക്സ് സ്ട്രക്ചർ, സങ്കീർണ ഘടനയായിരിക്കും ഉള്ളത്. പക്ഷെ സൈലം വെസല് ആബ്സെന്റ് ആയിരിക്കും. സൈലം വെസൽസ് ഇവരില് ആബ്സെന്റ് ആയിരിക്കും, കാണപ്പെടുന്നില്ല. ഇനി ജിംനോസ്പെംസിന് എക്സാമ്പിൾ ആണ് സൈക്കസ്, പൈൻ. പൈൻ മരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്, ജിംനോസ്പെംസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ജിംനോസ്പെംസ് എന്ന് പറയുമ്പോൾ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രത്യുൽപാദന ഭാഗങ്ങളെ അറിയപ്പെടുന്നത് കോൺസ്, കോണുകൾ എന്നാണ്. ദെൻ വാസ്കുലാർ ടിഷ്യൂസ്, സൈലവും ഫ്ലോയും ഒക്കെ ഉണ്ട്, പക്ഷെ സൈലം വെസൽസ്, സൈലം വെസലുകൾ ആബ്സെന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇവരിൽ സീഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട് കാണപ്പെടുന്നില്ല. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സൈക്കസ്, പൈൻ. ദെൻ ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻജിയോസ്പെംസ് ആണ്. ആൻജിയോസ്പെംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് പ്ലാന്റ്സിലെ ഹയസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഉയർന്ന ഇനം പ്ലാന്റ്സിനെയാണ് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആൻജിയോസ്പെംസില്. ഇവരെന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ഏതിൽ വരുന്നത്, ആൻജിയോസ്പെംസിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് അല്ലെങ്കിൽ പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നത് ഫ്ലവറിലാണ്. അപ്പൊ ഫ്ലവറിന്റെ പാർട്സ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫ്ലവറിലാണ് ആൻജിയോസ്പെംസിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും എല്ലാം കാണപ്പെടുന്നത് ഇവരുടെ ഫ്ലവേഴ്സിലാണ്. ദെൻ ഇവർക്ക് വാസ്കുലാർ ടിഷ്യൂസ്, സൈലവും ഫ്ലോയും ഉണ്ട്. അതുപോലെ തന്നെ സീഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. സീഡ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിനുള്ളിൽ അല്ലെങ്കിൽ പഴങ്ങൾക്കുള്ളിലായിരിക്കും സീഡ്സ്, വിത്തുകൾ കാണപ്പെടുന്നത്. പക്ഷെ ജിംനോസ്പെംസിനകത്തില് സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണത്തില്ല, ഫ്രൂട്ട് കാണത്തില്ല. പക്ഷെ ആൻജിയോസ്പെംസിനകത്തില് സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണും, ഫ്രൂട്ട് കാണും. ദെൻ അതുപോലെ തന്നെ ഇവിടെ വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകളുണ്ട്. ഇവിടെ സൈലം വെസൽസും ട്രക്കീഡ്സും പ്രസന്റ് ആണ്. സൈലം വെസലുകളും ട്രക്കീഡുകളും ആർക്കുണ്ട്, ആൻജിയോസ്പെംസിനുണ്ട്. പക്ഷെ ജിംനോസ്പെംസിന് സൈലം വെസലുകൾ ഇല്ല. അപ്പൊ പ്ലാന്റ് കിങ്ഡം പ്ലാന്റയിലെ ഹയസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൻജിയോസ്പെംസ് ആണ്. ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് അല്ലെങ്കിൽ പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നത് ഫ്ലവറിനകത്തിലാണ്. പിന്നെ ഇവർക്ക് വാസ്കുലാർ ടിഷ്യൂസ്, സൈലവും ഫ്ലോയും ഉണ്ട്. സൈലം ട്രക്കീഡ്സും സൈലം വെസലുകളും കാണപ്പെടുന്നുണ്ട്. സീഡ് ഫോർമേഷൻ നടക്കുന്നു. സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണും, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലങ്ങൾ കാണും. അപ്പൊ ഇത്രയാണ് ആരുടെ പ്രത്യേകത, ആൻജിയോസ്പെംസിന്റെ പ്രത്യേകത. ഇനി ആൻജിയോസ്പെംസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള മിക്ക പ്ലാന്റ്സും ഇതിന് എക്സാമ്പിൾ ആണ് ആൻജിയോസ്പെംസ്. അതായത് മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ഹിബിസ്കസ്, റോസ്, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്, ആൻജിയോസ്പെംസിന് എക്സാമ്പിൾ ആണ്.
അപ്പൊ കിങ്ഡം പ്ലാന്റേക്ക് 5 ഗ്രൂപ്പുകളാണുള്ളത്. ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇതിൽ ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ലഘുഘടനയുള്ളത് ആൽഗകൾക്കാണ്. അവരെവിടെയാണ് കാണപ്പെടുന്നത്? വെള്ളത്തിലാണ്. ഇനി ഏറ്റവും ഹയസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസ് ആണ്. ഇവർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവർ ആണ്, അല്ലെ? അപ്പൊ ഇത്രയാണ് കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷൻസ്. കിങ്ഡം പ്ലാന്റയെ നേരത്തെ ക്ലാസിഫൈ ചെയ്തിരുന്നത് ആൽഗെ അല്ല, ആൽഗയ്ക്ക് പകരം താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്നിങ്ങനെയായിരുന്നു. അപ്പൊ ഈ താലോഫൈറ്റ എന്ന് പറഞ്ഞാൽ താലസ് ലൈക്ക് ബോഡി സ്ട്രക്ചർ, അതായത് ശരിയായിട്ടുള്ള റൂട്ടോ സ്റ്റെമോ ലീവ്സോ ഒന്നും ഇല്ലാത്ത സ്ട്രക്ചറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? താലസ്. അപ്പൊ താലസ് ഉള്ള ജീവികളെല്ലാം വരുന്ന ഗ്രൂപ്പ് ആയിരുന്നു താലോഫൈറ്റ. അപ്പൊ അതിൽ ആൽഗയും ഫംഗസും ഉൾപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീടുള്ള പഠനങ്ങളുടെ ഫലമായിട്ട് ഈ ഫംഗസിന്റെ സ്ട്രക്ചർ, ഫംഗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂപ്പലുകളാണ്, അവർക്ക് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ആൽഗകൾക്കാണെങ്കിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്, അല്ലെ? അപ്പൊ ഈ വ്യത്യാസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ താലോഫൈറ്റെ വീണ്ടും എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. ആൽഗകളെ ഏതിൽ ഉൾപ്പെടുത്തി? കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുത്തി. ഇനി ഫംഗസുകളെ ഏതിൽ കൊണ്ടുപോയി? കിങ്ഡം ഫഞ്ചയിലേക്ക് പോയി. അപ്പം ഫംഗസുകളെ അങ്ങ് മാറ്റി ആൽഗകളെ മാത്രം ഉൾക്കൊള്ളിച്ചത് കൊണ്ട് താലോഫൈറ്റ എന്ന പേര് മാറ്റിയിട്ട് പകരം എന്ത് കൊടുത്തു? ആൽഗെ എന്ന് കൊടുത്തു. ഇനി ആൽഗകളിൽ വരുന്ന കുറച്ച് ഓർഗാനിസംസിനെ എടുത്തിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരോ പ്രത്യേകതകൾ നോക്കിയിട്ട് കൂടുതൽ സാമ്യം ഏതിനോടാണോ അതിലോട്ടാണ് പ്ലാന്റ്സിനെ മാറ്റിയത്. അതായത് കിങ്ഡം ആൽഗയിൽ വരുന്ന പ്ലാന്റ്സിൽ കുറച്ച് ഏതിന്റെ ക്യാരക്ടേഴ്സ്, അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. ഇനി ആദ്യം ആൽഗയ്ക്ക് പകരം എങ്ങനെയായിരുന്നു? താലോഫൈറ്റ എന്നായിരുന്നു. പിന്നീട് താലോഫൈറ്റയിൽ ഉൾപ്പെട്ടിരുന്ന ആൽഗയും ഫംഗസിനെയും ക്ലാസിഫൈ ചെയ്തു, വെവ്വേറെയാക്കിയിട്ട് ആൽഗകളെ ഇവിടെ കൊണ്ടുവന്നു കിങ്ഡം പ്ലാന്റയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ആക്കി മാറ്റി. ഫംഗസുകളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? കിങ്ഡം ഫഞ്ചയിലേക്ക് കൊണ്ടുപോയി. ഇനി ആൽഗയിൽ ഉൾപ്പെട്ട കുറച്ച് ഓർഗാനിസംസിനെ എവിടേക്ക് മാറ്റിയിട്ടുണ്ട്? കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ്, അതായത് പ്ലാന്റ്സിന്റെ, സസ്യങ്ങളുടെ വർഗീകരണം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.